18-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 1-ാം തീയതി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ സഭ ആഘോഷിച്ച ദിവസം. ഈ രാത്രിയിൽ ഈ ശുഭരാത്രി വചന സന്ദേശത്തിന് വേണ്ടി നമ്മൾ കാതോർക്കുമ്പോൾ ഈശോ ആദ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതമാണ്. കൊച്ചുത്രേസ്യ പുണ്യവതിക്ക് ഒരിക്കൽ ഒരു സ്വർഗീയ ദർശനമുണ്ടായ സമയത്ത് കൊച്ചുത്രേസ്യയോട് സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട മരിച്ചുപോയ 3 സിസ്റ്റേഴ്സ് കൊച്ചുത്രേസ്യക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, നിനക്ക് സ്വർഗത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക. കൊച്ചുത്രേസ്യ അവരോട് ചോദിച്ചു, എനിക്ക് ഒരു കാര്യം അറിയാനുണ്ട്. അത് ദൈവം എന്നിൽ സംപ്രീതനാണോ എന്നതാണ്. ഈസ് ഗോഡ് ഹാപ്പി വിത്ത് മീ? കൊച്ചുത്രേസ്യക്ക് സ്വർഗത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും തന്നെക്കുറിച്ചും ഒക്കെ അറിയാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം ദൈവം എന്നിൽ സംപ്രീതനാണോ എന്നതാണ്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. കാരണം അവളുടെ ജീവിതകാലം മുഴുവൻ അവൾ കഠിനാധ്വാനം ചെയ്തത് ദൈവത്തെ സന്തോഷിപ്പിക്കാനാണ്, ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. എൻ്റെ പരിശ്രമം ഫലപൂർണമായോ, അതൊക്കെ വിജയം കണ്ടോ എന്നാണ് അവൾ ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, നാളെ തിരുസഭ ആഘോഷിക്കുന്ന മറ്റൊരു തിരുനാൾ ഗാർഡിയൻ ഏഞ്ചലിൻ്റെ, കാവൽ മാലാഖമാരുടെ തിരുനാളാണ്. മാലാഖമാർക്ക് മനുഷ്യന് സംരക്ഷണം നൽകുക എന്നൊരു ദൗത്യം ദൈവം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സുവിശേഷത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തുകൊണ്ടാണ് നമുക്ക് ചില ആളുകളെ നിന്ദിക്കാൻ തോന്നുന്നത്? എന്തുകൊണ്ടാണ് ചില ആളുകളോട് മോശമായി പെരുമാറാൻ നമുക്ക് ഒരു പ്രേരണ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ അതിന് കഴിയുന്നത് എങ്ങനെയാണ്? അതായത്, ഒരുപക്ഷെ നമ്മൾ മോശമായി പെരുമാറിയത് സ്വന്തം ജീവിത പങ്കാളിയോടായിരിക്കാം, ഭാര്യയോടായിരിക്കാം, ഭർത്താവിനോടായിരിക്കാം, മക്കളെ ആയിരിക്കാം ഒരുപക്ഷെ നിന്ദിച്ചത്, ഒരുപക്ഷെ മാതാപിതാക്കളെ ആയിരിക്കാം നിന്ദിച്ചത്, സ്വന്തം സഹോദരനെ ആയിരിക്കാം നിന്ദിച്ചത്, സ്വന്തം സഹോദരിയായിരിക്കാം നിന്ദിച്ചത്, ഒരുപക്ഷെ വളരെ അടുപ്പമുള്ളൊരു കൂട്ടുകാരനെ ആയിരിക്കാം, ഒരുപക്ഷെ നമുക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരാളോടായിരിക്കാം നമ്മൾ ഇന്ന് ചൂടായത്, അല്ലെങ്കിൽ നമ്മൾ ഇകഴ്ത്തി സംസാരിച്ചത്, ദേഷ്യപ്പെട്ടത്. അങ്ങനെ പലതരത്തിൽ നമ്മൾ മറ്റുള്ളവരെ നിന്ദിക്കാറുണ്ട്. നമ്മൾ ആ വാക്കുപയോഗിക്കാറില്ലെങ്കിലും നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ നിന്ദിച്ചു, നമ്മുടെ നോട്ടം കൊണ്ട് നിന്ദിച്ചു, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നിന്ദിക്കുന്നു. അങ്ങനെ നമ്മൾ പലതരത്തിൽ ആളുകളെ, അടുപ്പമുള്ളവരെയും ശരിക്കും ബഹുമാനിക്കേണ്ടവരെയും അടുപ്പമുള്ളവരെയും ഒരു പരിചയമില്ലാത്തവരെയൊക്കെ അറിയാതെയും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടുമൊക്കെ നിന്ദിച്ചു പോകാറുണ്ട്. ഈശോ പറയുകയാണ്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ടേക്ക് കെയർ, സൂക്ഷിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ നിന്ദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം അറിവില്ലായ്മയാണ്.
ഓരോ മനുഷ്യൻ്റെയും, ഓരോ വസ്തുവിൻ്റെയും, ഓരോ വ്യക്തിയുടെയും ഒക്കെ വിലയെക്കുറിച്ച് നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ അവരെ നിന്ദിച്ചു പോകുന്നത്. ഒരപ്പൻ്റെ, വീട്ടിലുള്ള ഒരപ്പച്ചൻ്റെ, ഒരമ്മച്ചിയുടെ വില എന്താണെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് മക്കൾ പലപ്പോഴും മാതാപിതാക്കളെ നിന്ദിക്കുന്നു. അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ, ഒരു കൈക്കുഞ്ഞിൻ്റെ ആവാം, ഒരു വിദ്യാർത്ഥിയുടെ ആകാം, ഒരു യുവാവിൻ്റെ ആകാം, ഒരു യുവതിയുടെ ആകാം, യഥാർത്ഥത്തിലുള്ള മൂല്യം എന്താണെന്ന് നമുക്ക് അറിവില്ല. അവൻ എന്തോരം നന്മയുള്ളൊരു അപ്പനാണ്, എന്തോരം നന്മയുള്ളൊരു അമ്മയാണ്, എന്തോരം നന്മയുള്ളൊരു സഹോദരനാണ്, എന്തോരം നന്മയുള്ളൊരു സഹോദരിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അപ്പം നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഒരാളെ നിന്ദിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തെ ഉത്തരം, നമ്മൾ നിന്ദിക്കുന്നത് ജ്ഞാനമില്ലാത്തതാണ്. അറിവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിവെന്ന് പറയുന്നത് നമ്മുടെ തന്നെ ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ ചിന്തിച്ചൊക്കെ മനസ്സിലാക്കുന്നൊരു കാര്യമാണെങ്കിൽ, ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാനുള്ള കാഴ്ചയാണ്. ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ, ഒരു ആദിവാസിയായിട്ടുള്ളൊരു മനുഷ്യൻ, അല്ലെങ്കിൽ അധികം എഴുതാൻ അറിയാത്തൊരു മനുഷ്യൻ, വായിക്കാൻ അറിയാത്തൊരു മനുഷ്യൻ, നന്നായി ഡ്രസ്സൊന്നും ചെയ്യാത്തൊരു മനുഷ്യൻ, നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മുഖം തിരിക്കാൻ തോന്നുന്ന വിധത്തിൽ ഉള്ളൊരു അപ്പിയറൻസ് ഉള്ളൊരു മനുഷ്യൻ, ആരും ആയിക്കൊള്ളട്ടെ, ആ മനുഷ്യനെ ദൈവം കാണുന്ന രീതിയിൽ കാണുക എന്ന് പറയുന്നൊരു ജ്ഞാനം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അയാളെ അറിഞ്ഞോ അറിയാതെയൊക്കെ നിന്ദിച്ചു പോകുന്നത്, അയാളോട് നേരിട്ട് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് മോശമായി വേറൊരാളെ കൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം കാണുന്നത് പോലെ കാണാനായിട്ട് ഉള്ള കഴിവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായി, നമുക്ക് നിന്ദിക്കാൻ തോന്നുന്നത് ആദരവ് ഇല്ലാത്തൊരവസ്ഥയിൽ. നമുക്കൊരാളോട് യഥാർത്ഥത്തിലുള്ള ഒരു ബഹുമാനമില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അയാളെ സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്ദിച്ചു പോകും. ശരിക്കും നമുക്കൊരു ആദരവുള്ള ഒരാളെ നമ്മൾ നിന്ദിക്കാതിരിക്കാൻ നമ്മൾ നിന്ദിക്കില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. നമുക്ക് എന്തെങ്കിലും തോന്നിയാലും നമ്മളത് നിയന്ത്രിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഓരോരുത്തരോടും ഒരു ആദരവ് ഡെവലപ്പ് ചെയ്യുക എന്നത് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തരോടും ഒരു ഭയഭക്തി ബഹുമാനം തോന്നുക എന്നത്, പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ടതാണ്. ഈ രാത്രിയിൽ അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ ഈശോ നമുക്ക് തരുന്ന ഒരു സന്ദേശം ഇതാണ്: ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് മാതാപിതാക്കളെയാകാം, മക്കളെയാകാം, ഭാര്യയാകാം, ഭർത്താവിനെയാകാം, സുഹൃത്തിനെയാകാം, അയൽക്കാരനെയാകാം, ഒരു പരിചയമില്ലാത്ത ഒരാളെയാകാം, ദൂരെയുള്ള ഒരാളെയാകാം. ദൂരെയുള്ള ഒരാളെ കുറിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന ഒരു തിന്മ പറയുമ്പോൾ അയാളെ നമ്മൾ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഒരാളെക്കുറിച്ച് നമ്മൾ മോശം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളെ നമ്മൾ ചിന്ത കൊണ്ട് നിന്ദിക്കുകയാണ്. അപ്പോൾ വലിയൊരു കാര്യമാണ് ഈശോ നമ്മളോട്, വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് ഈശോ നമ്മോട് ഈ രാത്രിയിൽ പറയുന്നത്: ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം ഓരോരുത്തരുടെയും മുഖം, ഓരോരുത്തരും തങ്ങളുടെ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ, നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിലൊരു ദൂതനുണ്ട്. സ്വർഗത്തിലുള്ള ദൂതന്മാർ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് അത് ചിന്ത. നമ്മെ നോക്കുന്ന മാലാഖമാർ നമ്മിൽ കാണുന്നത് നമ്മുടെ മുഖമല്ല, നമ്മെ നോക്കുന്ന മാലാഖമാർ നമ്മിൽ കാണുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖമാണ്. അച്ഛൻ ആവർത്തിക്കട്ടെ: നമ്മുടെ കാവൽ മാലാഖമാർ നമ്മെ നോക്കുമ്പോൾ നമ്മിൽ അവർ കാണുന്നത് നമ്മുടെ മുഖമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖമാണ്. നമുക്ക് ഈ കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ ആത്മപരിശോധന ചെയ്യുമ്പോൾ, ഈ എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് എന്ന ഈ ഒരു പ്രവൃത്തി, ആത്മീയ എക്സർസൈസ്, സ്പിരിച്വൽ എക്സർസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് ധ്യാനിക്കാനുള്ളൊരു വിഷയം ഇതാണ്: ഞാൻ ആരെയെങ്കിലുമൊക്കെ എന്തിൻ്റെയൊക്കെ പേരിലെങ്കിലും നിന്ദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന അത്ര അറിവില്ല എന്നതിൻ്റെ പേരിൽ, എൻ്റെ അത്രയും അനുഭവമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട്
എൻ്റെ തന്നെ അറിവില്ലായ്മയും എൻ്റെ തന്നെ ജ്ഞാനത്തിൻ്റെ കുറവും ഒക്കെ കാരണം ഞാൻ മാതാപിതാക്കളെ നിന്ദിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ ഏതെങ്കിലുമൊക്കെ തരത്തിൽ തമാശയ്ക്കായിട്ടോ അല്ലാതെയോ നിന്ദിച്ചിട്ടുണ്ടോ? വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട്. എൻ്റെ സമൂഹത്തെ ഞാൻ നിന്ദിച്ചിട്ടുണ്ടോ? സാമൂഹികമായ തിന്മകൾ, മദ്യപാനമടക്കമുള്ള, പുകവലി അടക്കമുള്ള സാമൂഹികമായ തിന്മകൾ നമ്മൾ മറ്റുള്ളവരെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്, തിന്മകളിൽ ഏർപ്പെടുന്നവർ. അപ്പോൾ നിന്ദിച്ചിട്ടുണ്ടോ ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ, അയൽക്കാരെ, സുഹൃത്തുക്കളെ, പരിചയമുള്ളവരെ, പരിചയമില്ലാത്തവരെ, വൈദികരെ, സിസ്റ്റേഴ്സിനെ, സഭയ്ക്ക് നേതൃത്വം നൽകുന്നവരെ, ദേശത്തിന്, രാജ്യത്തിന് നേതൃത്വം നൽകുന്നവരെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോ നമ്മോട് പറയുകയാണ്, ഈ ചെറിയ വിരലിൽ ഒരാളെ പോലും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. നമ്മൾ നിന്ദിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് അനുതപിക്കാം. ഓരോ നിന്ദനത്തിലും ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും കുറവുണ്ടായിരുന്നു. കൂടുതൽ മറ്റുള്ളവരെ ആദരിക്കുന്നവരായി. നിന്ദനയുടെ ഓപ്പോസിറ്റാണ് ബഹുമാനിക്കുക, ആദരിക്കുക. ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടട്ടെ. നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കട്ടെ, കൂടുതൽ ജ്ഞാനം ലഭിക്കട്ടെ. ഈശോയുടെ കണ്ണുകളിലൂടെ ചെറിയവരെയും വലിയവരെയും ഒക്കെ കാണാൻ, കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും യുവതിവാക്കളെയും ഒക്കെ കാണാൻ ഉള്ള കാഴ്ച തെളിയട്ടെ. നമുക്ക് കർത്താവ് ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. വളരെ പ്രത്യേകമായി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം അനുഭവിക്കുന്ന ഒരു ആലയം കൂടിയാണിത്. കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥം വഴി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇന്ന് പ്രഭാതത്തിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്, വചനം വായിക്കാൻ സാധിച്ചത്, ജപമാലയിൽ പങ്കെടുക്കാൻ സാധിച്ചത്, ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ സാധിച്ചത്, നന്മ പറയാൻ സാധിച്ചത്, നന്മ ചിന്തിക്കാൻ സാധിച്ചത്, നന്മ ചെയ്യാൻ സാധിച്ചത് ഒക്കെ ഓർത്ത് ഇന്ന് അനുഭവിച്ച സ്നേഹം, കരുണ, കരുതൽ, കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ദൈവമക്കളുടെ മേൽ പെരുമഴ പോലെ പെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവ് അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവ്, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. കരമടിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നന്മകളെയും ഓർത്ത് കരങ്ങൾ ഉയർത്തി കരമടിച്ച് നന്ദി പറയാം. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് മുട്ടുകുത്താം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ 7 നിയോഗങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് കിട്ടിയിട്ടിരുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ. നാളെ ബുധനാഴ്ച ഈ ആലയത്തിൽ കാലത്ത് 9 മണി മുതൽ 12 മണി വരെ നടക്കുന്ന ക്ലീനിങ് ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ സമർപ്പിക്കുന്നു. വൈകിട്ട് 7:30 മുതലുള്ള ജപമാല പ്രദക്ഷിണത്തെ അതിൽ പങ്കെടുക്കുന്നവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വ്യാഴാഴ്ചയിലെ ശുശ്രൂഷകളെ ഒക്ടോബർ 3-ാം തീയതി, അതായത് വരുന്ന വ്യാഴാഴ്ച നടക്കുന്ന തിരുസ്വരൂപ പ്രതിഷ്ഠയെ, 5-ാം തീയതി നടക്കുന്ന കുഞ്ഞുമക്കൾക്കുള്ള എഴുത്തിനിരുത്തിന്റെ ശുശ്രൂഷയെ, 6-ാം തീയതിയിലുള്ള രോഗസൗഖ്യ ആരാധനയെ, തിരുനാളിൻ്റെ മറ്റ് ശുശ്രൂഷകളെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വന്ധ്യമായ ഉദരങ്ങളെ സമർപ്പിക്കുന്നു, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, കൈക്കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെ, യുവതി യുവാക്കളെ, ജോലി അന്വേഷിക്കുന്നവരെ, പരീക്ഷകൾ എഴുതുന്നവരെ, അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവരെ,
വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, കുടുംബസമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ, ഈ രാത്രിയിൽ ഏകാന്തതയിലായിരിക്കുന്നവരെ, പലതരത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരെ, ഈ രാത്രിയിൽ ആശുപത്രിയിലായിരിക്കുന്നവരെ, ഐസിയുലും വെന്റിലേറ്ററിലുമായിരിക്കുന്നവരെ, മരണാസന്നരായിരിക്കുന്നവരെ, കിടപ്പ് രോഗികളെ, തളർന്നു കിടക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യാ പ്രവണതകളുള്ളവരെ, ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നവരെ, ക്യാൻസർ രോഗബാധിതരായിട്ടുള്ളവരെ, ഇപ്പോൾ ഇവിടെ ഈ ആലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും, ഓൺലൈനിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെയും സമർപ്പിക്കാം. യുദ്ധമുഖങ്ങളിൽ കഴിയുന്നവരെ, ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവരെ, മാതാപിതാക്കളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ അകന്ന് ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലായിരിക്കുന്നവരെ, വിദേശങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലുമായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെയും അവരുടെ പ്രിയപ്പെട്ടവരെയും അഭയാർത്ഥികളായി കഴിയുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളോട് ചേർന്ന് അതോടൊപ്പം പ്രപഞ്ചം മുഴുവൻ്റെയും നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മൾ ഓരോ പ്രാവശ്യവും യേശുനാമം വിളിക്കുമ്പോൾ നാവിൽ നിന്ന് ആ യേശുനാമത്തിൻ്റെ തിരുമധുരം നമ്മുടെ ഹൃദയത്തിലേക്കും, ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിലേക്കും, രക്തം ബ്രെയിനിലേക്കും, ബ്രെയിനിൽ നിന്ന് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്കും യേശുനാമത്തിൻ്റെ തിരുമധുരമാണ് പടരുന്നത്, പ്രസരിപ്പിക്കപ്പെടുന്നത്, പമ്പ് ചെയ്യപ്പെടുന്നത്. യേശുനാമം നാവിൽ നിന്നുയരുന്ന യേശുനാമം ഹൃദയത്തിലേക്കും, ഹൃദയത്തിൽ നിന്ന് അത് രക്തത്തിലേക്കും, രക്തം വഴി ശരീരത്തിൻ്റെ ഓരോ അവയവത്തിലേക്കും, ഓരോ കോശത്തിലേക്കും യേശുനാമമാണ് കടന്നു ചെല്ലുന്നത്. യേശുനാമം, രക്തത്തിലലിഞ്ഞ യേശുനാമം, ചങ്കിൽ പതിയുന്ന യേശുനാമം, ഓരോ കോശത്തിലും എഴുതി വയ്ക്കപ്പെടുന്ന യേശുനാമം, മജ്ജയിലും മാംസത്തിലും മുദ്ര ചെയ്യപ്പെടുന്ന യേശുനാമം നമുക്ക് ആനന്ദത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ആത്മീയവും ഭൗതികവുമായ ശക്തിയുടെയും ദൈവമഹത്വത്തിൻ്റെയും സ്രോതസ്സും കാരണവുമായി തീരുന്നു എന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ഈശോയുടെ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ, ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന, സൗഖ്യപ്പെടുത്തുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശമുള്ളതാക്കി സമാധാനം നിറഞ്ഞതാക്കി തീർക്കുന്ന, ഞങ്ങൾക്ക് സുഖനിദ്ര നൽകുന്ന, കൂടുതൽ ഊർജത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ളൊരു രാത്രി ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.